Hi guys, Aisha ആണ്. അപ്പോൾ നമ്മൾ ഇതാ ഷോർട്ട് ടൈം കൊണ്ട് നമ്മുടെ ബഡ്ജറ്റിന്റെ ചാപ്റ്റർ ഉണ്ടല്ലോ, ബഡ്ജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെന്റ് ബഡ്ജറ്റ് വികസനത്തിന്റെ നേർരേഖ എന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഇതേപോലെ മോർ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ആൻഡ് ഡു ലൈക്ക് ദ വീഡിയോ. ഓക്കെ, സോ ബഡ്ജറ്റ് എന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ബഡ്ജറ്റിനെ കുറിച്ചും കുടുംബത്തിന്റെ ചെലവിനെയും വരുമാനവും കുറിച്ചിട്ടാണ് അല്ലേ. യെസ്, അപ്പോൾ കുടുംബ ചെലവ് ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ഭക്ഷണമല്ലാത്ത മറ്റ് സാധനങ്ങൾക്ക് വേണ്ടിയിട്ടില്ല, വീട്ടിലേക്ക് സാധനം വാങ്ങാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ നമുക്ക് കുറച്ച് ചെലവുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കുടുംബ ചെലവ്, ഫാമിലി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫാമിലി എക്സ്പെൻഡിച്ചർ തന്നെ രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചെലവുകൾ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, കറണ്ട് ബില്ല് അടിക്കാൻ വേണ്ടിയിട്ട്, ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെയുള്ള ചെലവിനെയാണ് എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ, പ്രതീക്ഷിത ചെലവ് എന്ന് പറയുന്നത്. ഇനി ഇതിന് പുറമെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ നാളെ പനി വരും ആരോ നമ്മളോട് പറയോ? ഇല്ല, അങ്ങനെയുള്ള ചെലവുകളെയാണ് നമ്മൾ അപ്രതീക്ഷിത ചെലവ്, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പെട്ടെന്നുള്ള ഒരു അസുഖം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇതൊക്കെയാണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് എന്തുള്ളത്? ഫാമിലി എക്സ്പെൻഡിച്ചർ ഉള്ളത് അല്ലേ. ഇനി ഇതേപോലെ തന്നെ കുടുംബത്തിന് ചെലവ് മാത്രമാണോ ഉണ്ടാവുക? അല്ല, വരവ് ഉണ്ടായാലല്ലേ നമുക്ക് ചെലവഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഏതൊരു കുടുംബത്തിനും എന്തുണ്ട്? ഫാമിലി ഇൻകം ഉണ്ട് അല്ലെ. യെസ്, അപ്പൊ ഫാമിലി ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുടുംബത്തിൽ ആർക്കൊക്കെയാണോ ജോലി ഉള്ളത്, ഇവർക്ക് 3 ആൾക്കുമാണ് ജോലി ഉള്ളതെങ്കിൽ ഇവരുടെ 3 ആളത്തെയും ശമ്പളം അല്ലെങ്കിൽ മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള അവരുടെ വരുമാനത്തിന്റെ ആകെ തുകയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു കുടുംബത്തിന്റെ വരുമാനം, ഇൻകം, കുടുംബ വരുമാനം എന്ന് പറയുന്നത്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു കുടുംബത്തിന്റെ ആകെ വരുമാനത്തെയാണ് നമ്മൾ കുടുംബ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കുടുംബ വരുമാനവും കുടുംബ ചെലവും അടിസ്ഥാനമാക്കിയിട്ട് നമ്മളൊരു സംഗതി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാമിലി, കുടുംബത്തിന്റെ ബജറ്റ് എന്ന് പറയുന്നത് അല്ലേ. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മളെ പൈസ നല്ല രീതിയിൽ നമ്മൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ട്, അതിൽ നമ്മളെ ചെലവുകൾ നടക്കാനും വരുമാനത്തിനനുസരിച്ച് ചെലവാക്കാനുമാണ് നമ്മൾ ബജറ്റ് തയ്യാറാക്കുന്നത് അല്ലേ. അപ്പൊ ഇതൊരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ് ഫാമിലി ബജറ്റ് എന്ന് പറഞ്ഞാൽ. ഇതിൽ നമ്മുടെ വരുമാനവും നമ്മുടെ ചെലവുകളും കൂടുന്നുണ്ട്. ഇത് നമുക്ക് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ എങ്ങനെ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്യാം, നമ്മുടെ വരുമാനം അനുസരിച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ കുടുംബ വരുമാനം, കുടുംബ ബജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ആൾക്കാരുടെയും ഡെസിഷൻസ് എടുക്കണം, അഭിപ്രായങ്ങൾ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളെ ഫിനാൻഷ്യൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നതാണ് നമ്മുടെ ഫാമിലി ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കുടുംബ ചെലവുകൾ നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാമെന്ന് ചിലപ്പോൾ എക്സാമിന് ഒരു ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം? നമുക്ക് പ്രാദേശികമായിട്ട് ലഭിക്കുന്ന ഭക്ഷണത്തിനായിട്ട് എന്ത് ചെയ്യുക? ആ വിഭവങ്ങളൊക്കെ യൂസ് ചെയ്യുക. പിന്നെ പൊതുവിതരണ സംവിധാനം, നമ്മുടെ റേഷൻ കടയിലൊക്കെ പോയിട്ട് സാധനം വാങ്ങിയ കുറേ പൈസ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ലേ. അരിയാണെങ്കിലും പഞ്ചസാര ആണെങ്കിലും എല്ലാം നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. പിന്നെ ആഡംബരം അല്ലാത്തതോ ആയ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. ആവശ്യമില്ലാത്ത ലക്ഷറിയസ് ഐറ്റംസ് ഒന്നും നമുക്ക് വേണ്ട, അതൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് ചെലവ് കുറയ്ക്കാൻ പറ്റും. കറണ്ട് ബില്ല് എന്ത് ചെയ്യുക? ഒന്ന് സൂക്ഷിച്ചു വെക്കുക. വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ പറയല്ലേ, എന്തിനാ ഫാൻ എപ്പോഴും ഇടുന്നത്, എന്തിനാ ലൈറ്റ് എപ്പോഴും ഇടുന്നത്? അത് അവർ പറയുന്നതിൽ കാര്യമുണ്ട്. അവരുടെ നമ്മുടെ കുടുംബ ബജറ്റ് പ്ലാൻ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ചെലവുകൾ കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഫാമിലി ബജറ്റ് എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് എന്താണ് നോക്കാനുള്ളത്? നമ്മുടെ നാഷണൽ ബജറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഫാമിലി ബജറ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നമ്മളുടെ ഫാമിലി ഇൻകമും ഫാമിലി എക്സ്പെൻഡിച്ചറും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ നാഷണൽ ബജറ്റ് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൂടെ നോക്കാനുണ്ട്? നമ്മുടെ നാഷണൽ എക്സ്പെൻഡിച്ചർ, അതിനെയാണ് നമ്മൾ പൊതു ചെലവ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ട്. ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള വികസന ചെലവുകളുമുണ്ട്. പിന്നെ നോൺ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വികസനേതര ചെലവുകളുമുണ്ട്. ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് റോഡുകൾ ഉണ്ടാക്കണം, ബ്രിഡ്ജ് ഉണ്ടാക്കണം, പുതിയ ബിസിനസ് തുടങ്ങണം, സ്കൂളുകൾ നിർമ്മിക്കണം. ഇതൊക്കെ ഗവൺമെന്റ് ചെയ്യുന്ന പണിയല്ലേ. അപ്പൊ ഇതൊക്കെ ഗവൺമെന്റ് എന്തിനാ ചെയ്യുന്നത്? വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഇതിനെയാണ് നമ്മൾ വികസന ചെലവുകൾ, ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി വികസനേതര ചെലവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു കുറച്ച് ചെലവുകളും ഗവൺമെന്റിനുണ്ട്. പ്രതിരോധത്തിന് വേണ്ടിയിട്ട് പലിശ, പെൻഷന്, മഹാമാരികൾ വരുമ്പോ ഒക്കെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പാവല്ലേ, കുറെ പൈസ പോകുന്നില്ലേ. അങ്ങനെയുള്ള ഗവൺമെന്റിന്റെ വികസനേതര ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ, അതായത് നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെലവുകളെയാണ് നമ്മൾ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ വികസനേതര ചെലവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ചെലവ് മാത്രമാണോ ഗവൺമെന്റിനുള്ളത്? അല്ല, ഗവൺമെന്റിന് എന്ത് കിട്ടുന്നുണ്ട്? ഒരു റവന്യൂ കിട്ടുന്നുണ്ട്.
വരുമാനം കിട്ടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പൊതുവരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വികസനത്തിനും നമ്മുടെ ക്ഷേമത്തിനും നമ്മുടെ വെൽഫെയറിനും വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ വരുമാനം ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ വരുമാനം നിറവേറ്റുന്നത്. അപ്പൊ 2 തരത്തിലാണ് ഈ വരുമാനം ഉള്ളത്. ഒന്നാമത്തത് നികുതി വരുമാനം, ഇതിനെയാണ് നമ്മൾ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തത് നികുതിയേതര വരുമാനം, നോൺ ടാക്സ് റവന്യൂ ആണ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സിലൂടെ നമുക്ക് കിട്ടുന്നത് ഇല്ലേ, അത് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ഉണ്ട്. ഇത് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡയറക്റ്റും ഇൻഡയറക്റ്റ് ടാക്സും, ഇതിന്റെ ഉദാഹരണങ്ങൾ പഠിക്കുക. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം, ബിൽഡിംഗ് ടാക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇൻകം വെൽത്ത് ടാക്സ് ഒക്കെ ഏതിലാണ് വരുന്നത്? ഡയറക്റ്റ് ടാക്സിലാണ് വരുന്നത്. അതാണ് നമ്മുടെ പ്രത്യക്ഷ നികുതി. ഇനി പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? വിനോദ നികുതി, വിൽപ്പന നികുതി, അങ്ങനെയുള്ള സെയിൽസ്, എന്റർടൈൻമെന്റ് ടാക്സ്, നമ്മൾ GST തുടങ്ങിയതൊക്കെയാണ് ഇൻഡയറക്റ്റ് ടാക്സിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഗവൺമെന്റിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് അടിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ വികസനത്തിനും നമ്മളുടെ ആ ഒരു വെൽത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അല്ലേ. ഈ പൈസ ആണ് നമ്മൾ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉദാഹരണങ്ങൾ പഠിക്കണം, വെരി ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ടാക്സ് അല്ലാതെയും ഗവൺമെന്റിന് എന്ത് കിട്ടുന്നുണ്ട്? വരുമാനം കിട്ടുന്നുണ്ട്. അത് നോൺ ടാക്സ് വഴി. ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ നമ്മളെ പോലീസ് പിടിച്ച് ഫൈൻ വാങ്ങൂലേ? അങ്ങനെയുള്ള ഫൈനുകൾ, ഫീസുകൾ, ഗ്രാന്റുകൾ, പ്രോഫിറ്റുകൾ, പലിശകൾ, ഇതൊക്കെയാണ് ഗവൺമെന്റിന്റെ നോൺ ടാക്സ് റവന്യൂ, നികുതിയേതര വരുമാനം എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് GST എന്താണ്? 2017 ജൂലൈ 1 GST വന്നത്. പലതരം ടാക്സുകളായിരുന്നു ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ആകെ മൊത്തം ഇടങ്ങേറായി ചോറയായ സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഇതിനെല്ലാം ഒരു യൂണിഫൈഡ് ടാക്സ് ആക്കി. അതാണ് നമ്മൾ GST എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ GST നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. കറണ്ട് നിരക്ക് ഇതിൽ നിന്നും വ്യത്യാസമുണ്ട്, നിങ്ങളെ ടെക്സ്റ്റിൽ നിന്ന് മാറിയിട്ട്. അപ്പം 05, 12, 22 അങ്ങനെയാണ് വരുന്നത്. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇപ്പോഴത്തെ കറണ്ട് നിരക്ക് അറിയുന്നവര് താഴെ കമന്റ് ബോക്സിൽ കമന്റ് കൂടെ ചെയ്യണം കേട്ടോ. ഇത് നമ്മളുടെ പാസ്റ്റ് ആണ്, അത് റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ നമ്മളുടെ ഗവൺമെന്റ്, നേരത്തെ നമ്മൾ ഫാമിലി ബജറ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാഷണൽ ബജറ്റും എങ്ങനെയാണ് ഗവൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മളെ ചെലവുകളും വരവുകളും മനസ്സിലാക്കിയിട്ട് അല്ലേ, നമ്മുടെ ഇൻകമും എക്സ്പെൻഡിച്ചറും മനസ്സിലാക്കിയിട്ടാണ് നമ്മളെ ബജറ്റ് ഒരു വർഷത്തേക്ക് ഒരു ധനകാര്യ വർഷം, ഓക്കെ, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് നമ്മൾ വെക്കുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 വരെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ കേട്ടോ. ഇത് അവതരിപ്പിക്കുന്നത് ഫിനാൻസ് മിനിസ്റ്റർ ആണ്. നമ്മളെ ആർട്ടിക്കിൾ 112 എന്ത് പറയുന്നത്? എന്ത് ചെയ്യുന്നത്? യൂണിയൻ ബജറ്റ് ഈസ് ഓൾസോ ദ കൺട്രീസ് ആനുവൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ബജറ്റ് 3 തരം ഉണ്ട്. സർപ്ലസ് ബജറ്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ബജറ്റിനെ നമ്മൾ സന്തുലിത ബജറ്റ് എന്നും ഡെഫിസിറ്റ് ബജറ്റിനെ നമ്മൾ കമ്മി ബജറ്റ് എന്നുമാണ് പറയുന്നത്. 3ഉം എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമുക്ക് കുറേ വരുമാനം ഉണ്ടാവും, വരുമാനം കൂടുതലായിരിക്കും പക്ഷെ ചെലവ് കുറവായിരിക്കും. ഇത് ഹാപ്പി അല്ലേ? ഇതിനെയാണ് നമ്മൾ മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. സന്തുലിത ബജറ്റോ വരുമാനവും ചെലവും ഒരേപോലെ ആയിരിക്കും, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ബാലൻസ്ഡ് ആയിട്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറയുന്നത്. കമ്മി ബജറ്റ് എന്ന് പറഞ്ഞാലോ വരുമാനം കുറവായിരിക്കും പക്ഷെ നല്ല ആഡംബര ജീവിതമാണ്, ചെലവ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ പെട്ടില്ലേ, അടിയിലായില്ലേ, കമ്മിയായി പോയില്ലേ? ഇതിനെയാണ് നമ്മൾ കമ്മി ബജറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ പബ്ലിക് ഡെപ്റ്റിനെ കുറിച്ചിട്ടാണ്, പൊതുകടത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഗവൺമെന്റിന് ചില സമയത്ത് പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ വരും, നമുക്ക് വരും പോലെ തന്നെ. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? കടം എടുക്കുന്നുണ്ട് അല്ലെ. 2 രീതിയിൽ ഗവൺമെന്റ് കടം വാങ്ങും. ഒന്ന് രാജ്യത്തിനകത്ത്, അതിനെയാണ് നമ്മൾ ഇന്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്ന്, രാജ്യത്തിന് പുറത്ത് നിന്ന്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഓൾസോ അടുത്ത് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത് ധനനയം, ഫിസ്ക്കൽ പോളിസിയെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഗവൺമെന്റിന് നമ്മൾ പറഞ്ഞു, ഗവൺമെന്റിന് കുറച്ച് ചെലവുകളുണ്ട്, ഗവൺമെന്റിന് വരുമാനമുണ്ട്, ഗവൺമെന്റിന് പാവം ചില സമയത്ത് കടം കൂടി ഉണ്ട് അല്ലേ. അപ്പൊ ഇതിനെല്ലാം നോക്കിയിട്ട് ഗവൺമെന്റ് ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പ്ലാനെയാണ് കേട്ടോ. അപ്പൊ ഫിസ്ക്കൽ പോളിസിന്റെ മെച്ചങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമ്മളുടെ എക്കണോമിക് ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. ഇത് ആളുകൾക്ക് കൂടുതൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ അമിത ചെലവുകൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഈ റവന്യൂസ് ആളുകൾ
കുട്ടികൾക്കിടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് ഇനീക്വൽ ആവുന്നതിൽ നിന്ന് രക്ഷിക്കാനും നമ്മളെ സഹായിക്കുന്നതാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്ര കാര്യങ്ങളെ നിങ്ങൾക്ക് ഈ ഒരു ബജറ്റിന്റെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുക, ഷോർട്ട് ടൈം കൊണ്ട് നമ്മൾ ബജറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ മക്കളെ, ഇതേപോലെ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് എല്ലാ ചാപ്റ്റേഴ്സിനും വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് ഓൾസോ നമ്മുടെ GSTയുടെ കറണ്ട് സ്ലാബ് റേറ്റ് ഏതാണെന്ന് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ആൻഡ് മറക്കണ്ട, നമ്മളെ ബാച്ച് ഇപ്പം വെറും 3799 റുപ്പീസിന് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ക്ലാസ് 8 ബാച്ച് കേട്ടോ. നിങ്ങൾ അടുത്ത വർഷത്തിലേക്ക് എത്താനായില്ലേ, ഇനി ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ നമ്മളെ മുമ്പിലുള്ളൂ. അപ്പൊ ആ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളെ ക്ലാസ് 7 നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടും കിട്ടാൻ പോകുന്നുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത ഒരു കിഡിലൻ ഓഫറാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. ഓക്കെ, സോ സീ യു, ബൈ, താങ്ക് യു.